ദൈവങ്ങളുടെ ദ്വീപ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മണ്ണിൽ പ്രകൃതിയും വിശ്വാസവും ചരിത്രവും മനുഷ്യന്റെ സ്വപ്നങ്ങളും ഒരേ ഫ്രെയിമിൽ നിൽക്കുന്ന ചില കാഴ്ചകളുണ്ട്. അത്തരമൊരു കാഴ്ചയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. യാത്രക്കിടയിൽ ഒരു ദൂരിയൻ ഷോപ്പ് ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് സമയം വണ്ടി നിർത്തി. അതിനടുത്തായി തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റുമുണ്ട്. നമുക്ക് ആ റെസ്റ്റോറൻറ്റിലെ ചില കാഴ്ചകളിലേക്ക് പോകാം. അവിടെ പുറത്ത് അക്വേറിയം എല്ലാം ഉണ്ട്. അവിടെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ഒരു മലയാളിയാണ്. കോഴിക്കോട്ടുകാരനായി അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. റെസ്റ്റോറൻറ്റിൽ നിന്നും ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ബാലിയുടെ തിരക്കേറിയ നഗരപാതകൾ പിന്നിട്ട് നമ്മൾ പതുക്കെ മല കയറുകയാണ്. പ്രകൃതിയുടെ മുഖം അപ്പോൾ മാറി തുടങ്ങുന്നു. ചൂടുള്ള ബാലിയിൽ നിന്നും തണുത്ത കാറ്റിൻ്റെ ലോകത്തേക്ക്. പച്ചപ്പിന്റെ നടുവിലൂടെ വളഞ്ഞു പോകുന്ന റോഡുകൾ, ഇടയ്ക്കിടെ കാണുന്ന മലനിരകൾ. ഒടുവിൽ നമ്മൾ എത്തുന്നത് ബഡുഗൽ എന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഉലുന്ദാനു ബെറാട്ടൻ ക്ഷേത്രത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ബഡുഗൽ മലനിരകളിലെ ഈ ബെറാട്ടൻ തടാകത്തിൻ്റെ കരയിലായുള്ള ഈ ക്ഷേത്രം 17-ാം നൂറ്റാണ്ടിലാണ് പുനർനിർമ്മിച്ചതെന്നാണ് ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ കഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാലിയിലെ മനുഷ്യർ പ്രകൃതിയെ കണ്ടിരുന്നില്ല. വെള്ളം അവർക്ക് ജീവനായിരുന്നു, മലകൾ വിശുദ്ധമായിരുന്നു, തടാകങ്ങൾ ദൈവികമായിരുന്നു. അങ്ങനെ ലേക്ക് ബെറാട്ടന്റെ തീരത്ത് ജലദേവതയായ ദേവി ധാനു ആരാധനയുടെ മൂർത്തിഭാവമായി അവർ ക്ഷേത്രം പണിതു. അങ്ങനെ ഉലുന്ദാനു പിറന്നു. ചരിത്രരേഖകൾ ഇപ്രകാരമാണ് പറയുന്നത്. ക്ഷേത്രത്തിന്റെ പാരമ്പര്യം 16-ാം നൂറ്റാണ്ടിലേക്കും പിന്നീട് 1634 ഇതിന്റെ പുനർനിർമ്മാണത്തിലേക്കും എത്തുന്നു. മെങ്കുയി രാജാവായ ഗുസ്തി അനുങ് പുട്ടു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇപ്പോൾ കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. ക്ഷേത്ര പരിസരത്തൂടെ നടക്കുമ്പോൾ ബാലിയുടെ ട്രഡീഷണൽ ആർക്കിടെക്ചർ കൂടുതൽ അടുത്തു നിന്ന് കാണാം. കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ, വിശുദ്ധമായ ചെറിയ ഷ്രൈനുകൾ, പൂക്കളാൽ അലങ്കരിച്ച ഇടങ്ങൾ, പ്രാർത്ഥനയ്ക്കായി ഒരുക്കിയ ഓഫറിങ്സ് എല്ലാം വളരെ സൂക്ഷ്മമായാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരനും അവരുടേതായ രീതിയിൽ ഈ സ്ഥലത്തെ കണ്ടറിയുന്നതിനുള്ള ഇടങ്ങളുണ്ട്. ആർക്കെങ്കിലും ഇത് മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും, മറ്റു ചിലർക്ക് ഇതൊരു ഫോട്ടോഗ്രാഫിക് പ്ലേസ് ആയിരിക്കും, വേറെ ചിലർക്ക് ഇതൊരു വിശുദ്ധ ഭൂമിയായിരിക്കും. അതാണ് ബാലിയുടെ സൗന്ദര്യം. പ്രകൃതിയും വിശ്വാസവും ഇവിടെ പരസ്പരം വേർതിരിക്കപ്പെട്ടിട്ടില്ല.
ഇനി നമുക്ക് ബെരാട്ടൻ തടാകത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുത്തെ ക്ഷേത്രനിർമ്മിതിയായ മേരു അതിമനോഹരമായൊരു ദൃശ്യമാണ്. 11 നിലകളിലായി പണിതിരിക്കുന്ന ഈ നിർമ്മിതി, അതിൻ്റെ പ്രതിബിംബം തടാകത്തിലെ ജലത്തിൽ പ്രതിഫലിക്കുന്ന കാഴ്ച, അത് പറഞ്ഞറിയിക്കാനാവാത്ത അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ കാണുന്ന ക്ഷേത്ര നിർമ്മിതിയായ മേരു, 11 ടയറുള്ള മേരു വിഷ്ണുവിന് വേണ്ടിയുള്ളതും 3 ടയറുള്ള മേരു ശിവന് വേണ്ടിയും 7 ടയറുള്ള മേരു ബ്രഹ്മാവിന് വേണ്ടിയുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നിരവധി ഫോട്ടോഗ്രാഫിക് ലൊക്കേഷനുകൾ ഇവിടെയുണ്ട്. ബാലിയിലെ പരമ്പരാഗതമായ വസ്ത്രം ധരിച്ച് ഇവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനുള്ള നിരവധി ലൊക്കേഷനുകളുണ്ട്. കണ്ണുകളടച്ച് ഈ കാഴ്ചകൾ ഒരിക്കൽ കൂടി മനസ്സിൽ കാണൂ. നീലത്തടാകം, പച്ച മലനിരകൾ, മഞ്ഞിനിടയിൽ ഉയർന്നു നിൽക്കുന്ന മേരു, അതിനു മുകളിൽ ബാലിയുടെ നീലാകാശം. ഇതാണ് ഉലിന്താനു ബെരാട്ടൻ നമുക്ക് നൽകുന്ന മനോഹരമായ കാഴ്ച. ദൈവങ്ങളുടെ ദ്വീപിൽ വെള്ളത്തിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്വപ്നം. ബാലി വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, പ്രകൃതിയും വിശ്വാസവും ഒന്നാകുന്ന ഒരു കവിതയാണെന്ന് മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു.